ഇന്ത്യക്കാരെയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ബാധിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിപണി കൂടുതൽ സമ്മർദ്ദത്തിലാകുന്നു. പരിപ്പ്, പയർ പോലുള്ള സാധനങ്ങളുടെ വില ഉയരുന്നു. കൂടാതെ കപ്പൽ ചരക്ക് നീക്കം പ്രതിസന്ധിയിലായതോടെ ഇന്ത്യയുടെ ഉള്ളി കയറ്റുമതിയും നിലച്ചു. ഇനി കീശ കാലിയാകുമെന്ന് ഉറപ്പാണ്. കാരണം പശ്ചിമേഷ്യൻ സംഘർഷം വലിയ യുദ്ധത്തിലേക്കാണ് മാറുന്നത്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യക്കും അത്ര സുഖകരമായ ദിവസങ്ങളാകില്ല സമ്മാനിക്കാൻ പോകുന്നത് ഈ അന്തരീക്ഷമെന്നാണ് വ്യക്തമാകുന്നത്. കാരണം ഗൾഫ് രാജ്യങ്ങളിലുടനീളമുള്ള പ്രവാസി ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഒരു വശത്ത് നിൽക്കുകയാണ്. മറ്റൊന്ന്, ക്രൂഡ് ഓയിൽ അടക്കമുള്ളവയുടെ ഇറക്കുമതിയിൽ വലിയ തടസ്സങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. പണ്ട് കാലത്ത് മറ്റേതെങ്കിലും ഒരു മേഖലയിൽ സംഘർഷമുണ്ടെങ്കിൽ അന്ന് ഇന്ത്യയെ അത്ര വലുതായി ബാധിക്കില്ലായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന പ്രശ്നങ്ങളെയും മറ്റ് രാജ്യങ്ങളെ വലിയ തരത്തിൽ അത് ബാധിച്ചു തുടങ്ങി. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലും ഇപ്പോൾ യുദ്ധത്തിന്റെ അന്തരീക്ഷം നിലച്ചതോടെ ഇന്ത്യക്കും വലിയ തലവേദനയാണുള്ളത്. എണ്ണ ഇറക്കുമതി മുതൽ അരി കയറ്റുമതി വരെയുള്ള കാര്യങ്ങൾ അനിശ്ചിതത്വത്തിലേക്ക് എത്താൻ സംഘർഷം കാരണമായിട്ടുണ്ട്. യുദ്ധം നീണ്ടുനിന്നാൽ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകും. ഇത് ഇന്ത്യക്ക് വലിയ തിരിച്ചടി തന്നെയായിരിക്കും. അതായത് ഇന്ധനവില ഇനിയും ഉയരുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. ഹോർമുസ് കടലിടുക്കിൽ കൂടിയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുന്നതും ഗൾഫിൽ ക്രൂഡ് ഓയിൽ ഉൽപാദനം കുറയുന്നതും എണ്ണ ലഭ്യതയെ ബാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇത് എണ്ണവില വർദ്ധിക്കുന്നതിലേക്ക് എത്തും. ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വില ഉയരാനും പ്രതിസന്ധി കാരണമാകും. മാത്രമല്ല, ഇറാനിൽ നിന്ന് ഇന്ത്യ കൂടുതലായി വാങ്ങുന്നത് വിവിധതരം ഡ്രൈ ഫ്രൂട്ട്സുകളാണ്. ഈന്തപ്പഴം കൂടുതലായി ഇന്ത്യയിലേക്കാണ് വരുന്നത്. ഇറാനിലുള്ള ഈന്തപ്പഴം ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്കാണ് എത്തുന്നത്. ഇസ്ലാം മത വിശ്വാസികൾ നോമ്പാചരിക്കുന്ന സമയം കൂടിയാണല്ലോ ഇത്. അപ്പോൾ ഈന്തപ്പഴം അടക്കമുള്ള ഇന്ത്യയിലേക്ക് കൂടുതലായി ഇറക്കുമതി ചെയ്യുന്നത് ഈ കാലയളവിലാണ്. എന്നാൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള മാർക്കറ്റിലടക്കം ഈന്തപ്പഴം, പിസ്ത, കിസ്മിസ്, ബദാം എന്നിവയുടെ വില കുത്തനെ കൂടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. മറ്റൊന്ന്, അരി ഉൽപ്പന്നങ്ങളാണ്. ഇറാനിലേക്ക് ഇന്ത്യ കൂടുതലായും കയറ്റുമതി ചെയ്യുന്നത് അരിയാണ്. ഇന്ത്യൻ ബസുമതി അരിയുടെ പ്രധാന മാർക്കറ്റുകളിൽ ഒന്നാണ് ഇറാൻ. ഇറാനിലെ നിലവിലെ സാഹചര്യത്തിൽ ടൺ കണക്കിന് അരിയാണ് വിവിധ തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുന്നത്. ഇനി മറ്റൊരു കാര്യമെന്നാൽ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ ടൺ കണക്കിന് ഉള്ളി കയറ്റുമതി നടത്തിയിരുന്നു. ഈ റംസാൻ കാലഘട്ടത്തിൽ കയറ്റുമതിക്കും വലിയ തടസ്സമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ തുറമുഖങ്ങളിലെ വിമാനത്താവളങ്ങളിലും പ്രതിസന്ധി രൂപപ്പെട്ടതോടെ കയറ്റുമതി നിലച്ച മട്ടാണുള്ളത്. വിവിധയിടങ്ങളിലായി കോടിക്കണക്കിന് രൂപയുടെ ഉള്ളിയാണ് കെട്ടിക്കിടക്കുന്നത്. കയറ്റുമതി നിലച്ചതോടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ളി, സവാള വില കുത്തനെ ഇടിഞ്ഞിട്ടുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.